നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക. കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതായത് സ്ഥിരമായിട്ടുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, അതായത് വിട്ടുമാറാത്ത മലബന്ധം, പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ, ഹാർട്ട് ബേൺ, പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുണ്ടാകുന്ന പൊളിച്ചു തകട്ടൽ, അതായത് ഇറക്ടേഷൻസ് വരിക, പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വയറ്റിൽ ഗ്യാസ് വന്ന് നിറയുന്ന പോലെ തോന്നുക, അതായത് ഭയങ്കര ബ്ലോട്ടിംഗ് ഫീലിംഗ് തോന്നുക. ഇതൊക്കെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര ചൊറിച്ചില്, പിന്നെ ഭയങ്കര മുഖക്കുരു വരിക, പിന്നെ വായിക്കകത്തൊക്കെ ഭയങ്കര കുരുക്കളും അൺഹെൽത്തി ആയിട്ടുള്ള മൗത്ത് വരിക, അതൊക്കെ കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ മോഷൻ പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അതായത് മൊത്തം പോകുന്നതായിട്ട് തോന്നാതിരിക്കുക, പോയില്ലാന്ന് തോന്നുക, വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നുക, അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഫൈബർ കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസും, ലീഫി ഗ്രീൻ വെജിറ്റബിൾസും, ഫ്രൂട്ട്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് പേരയ്ക്ക, പപ്പരയ്ക്ക, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രോബയോട്ടിക്സ് ഒക്കെ ആയിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്യുന്ന തൈര്, പഴങ്കഞ്ഞി, അങ്ങനത്തെയൊക്കെ വളരെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും.